വെള്ളിയാഴ്ച എപ്പോഴും ഞങ്ങൾ ഓരോ ഹോട്ടൽ സെർച്ച് ചെയ്തിട്ട് പോകാറ് പതിവാണ്. ഫൈസൽ കോളിയാടാണ് വണ്ടിയിലോട്ട് കയറുന്നത്. ഏത് വണ്ടിയാണെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെ ഇന്നലെ പോയത് ഞങ്ങൾ നോട്ട് ബുക്ക് എന്ന് പറഞ്ഞിട്ട്, ഇവർക്ക് ഒരുപാട് ഔട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ, കണ്ടില്ലേ? നന്നാരി വെള്ളം, വാട്ടർ നന്നാരി. ഇരുന്ന ഉടനെ തന്നെ കൊണ്ടുവരുന്നത് നന്നാരി വെള്ളം. പ്ലേറ്റൊക്കെ ചൂട് കണ്ടില്ലേ? ആ ചൂടാണ് ഞാൻ ശ്രദ്ധിച്ചത്. നല്ല റൈസാണ് അവിടുത്തെ ബിരിയാണിയുടെ. ഇതുവരെ എവിടെയും കാണാത്ത ഒരു പ്രത്യേക തരം റൈസാണ്. ചൂടോടെ കഴിക്കാം. നല്ല ഫ്രഷ് ഇന്ത്യൻ മട്ടനും സലാഡൊക്കെ, എല്ലാത്തിനും അവിടുത്തെ പ്രത്യേകതയുണ്ട്. ചമ്മന്തിയുണ്ട്, നല്ല സലാഡുണ്ട്. ഇവരൊന്നും വലിയ കൂടുതൽ പരസ്യമൊന്നും ചെയ്യുന്നില്ല, ബ്ലോഗർമാരൊന്നും വരുന്നില്ല. കാരണം ഒരുപാട് ഒഫീഷ്യൽ ആൾക്കാർ മാത്രം പോയിട്ട് നീറ്റായിട്ട് ഇരുന്ന് കഴിക്കാം. ഒരു ഡിസ്റ്റർബൻസും ഇല്ല. അത്രയ്ക്ക് എല്ലാം വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ആൾക്കാരാണ്, തിരക്ക് കൂട്ടാത്ത ആൾക്കാരാണ്, സമാധാനമുള്ള ആൾക്കാരാണ്. അവിടുത്തെ പായസവും എന്തോ ഒരു ടേസ്റ്റ്. ഞാൻ 3 കപ്പ് പായസം കുടിച്ചിട്ട് അത്രയ്ക്കും ടേസ്റ്റാണ്. ഒരു പ്രത്യേകതയുള്ള പായസമാണ്. അപ്പോൾ അത്രയ്ക്കും നല്ല ക്വാളിറ്റിയുള്ള, മറിച്ച് ലിറ്റിൽ എക്സ്പെൻസീവാണ്, എന്നാലും പ്രശ്നമില്ല, നല്ല രീതിയിൽ കഴിക്കാം. ഈ കാണുന്നതാണ് ലൊക്കേഷൻ, ഷാർജയിലാണ്, നോട്ട് ബുക്ക്. അങ്ങനെ ഞാനും ഫൈസലും കൂടി ഇന്നലത്തെ ലഞ്ച്. ഈ കാണുന്നത് ഡിഫൻഡർ വണ്ടിയാണ്. ഇതിൽ എനിക്ക് ചെറിയ ഡൗട്ട്സ് ഉണ്ട്. ഈ ഡിഫൻഡറിൻ്റെ സൈഡ് ഭാഗത്തൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത് എന്ത് ബോക്സാണ്, എന്തിനാണുള്ള ബോക്സ് എന്ന് എൻ്റെ ഫോളോവേഴ്സ് ഒന്ന് എനിക്ക് അറിയിച്ച് തരണം. ഈ ബോക്സാണ്, ഇതിൻ്റെ അകത്ത് എന്താണുള്ളത്? FA ബോക്സാണോ, മെഡിസിനാണോ, ഒന്നും മനസ്സിലാവുന്നില്ല. എല്ലാ ഡിഫൻഡറിൻ്റെ രണ്ട് സൈഡ് ബോക്സ് കൊടുക്കുന്നു. നല്ല സ്മൂത്തിലാണ് ഈ വണ്ടി ഓട്ടിക്കാൻ, എന്തോ ഒരു രസം. അങ്ങനെ ഷാർജ പട്ടണത്തിലൂടെ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ആസ്വദിച്ച് ഞങ്ങൾ പോവുകയാണ് റോള മോളിലേക്ക്. എന്നിട്ട് വേണം ഒരു 3-3:30 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങളെ ഡ്യൂട്ടി സ്റ്റാർട്ടാവും. ഇത് കാണുന്നത് ട്രവർ ക്ലോക്ക്, ഷാർജ റോയൽ NMC ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.